ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ രാവിലെ തന്നെ റൂമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച്. പിന്നെ നമ്മൾ ഇനി പോകുന്നത് എന്താ ദൊഡ്ഡപ്പെട്ട പീക്ക് പീക്കിലേക്കാണ്. ഒരു വലിയ ഹിൽ ഏരിയയാണ്. അവിടുന്ന് നോക്കിയാലേ പിന്നെ ഈ ഊട്ടി ഫുള്ള് കാണാന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു മേലീന മലയൊക്കെ വീടുകളായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് ശരിക്കും നൈറ്റിലാണ് അല്ലേ? അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ശരിക്കും. ഈ ഒരു സ്ഥലത്തെല്ലാം വീടെല്ലാം വെച്ചിടത് അത് അടിപൊളി സൂപ്പർ ആയിരിക്കും അല്ലേട്ടാ. നല്ല തണുപ്പ്, എപ്പോഴും തണുപ്പ്. എ സിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. കുതിര പോകുന്നുണ്ട് ഫ്രണ്ടില്. നമുക്ക് കുതിര സവാരി നടത്താട്ടോ. പക്ഷെ കുതിരനൊരു പേടി. കാരണം എന്ന് വെച്ചാല് നമ്മള് ഒട്ടകത്തിനെ പോലെയല്ല. കുതിര എന്ന് പറഞ്ഞാൽ ചില ടൈമിൽ അങ്ങ് പോയാലും പിന്നെ തൊട്ടപ്പെട്ട പീക്കിലോട്ട് പോകുന്ന വഴി ശരിക്കും ഒരു 7 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റൂമിൽ നിന്ന് അവിടേക്ക്. 7 കിലോമീറ്റർ അല്ലേ? ഇവിടെ ഫുള്ള് പൂക്കളാട്ടോ. പല സൈസ് ക്യാരറ്റ്, പിന്നെ ബീട്രൂട്ട്, പിന്നെ മുള്ളങ്കി, ഇങ്ങനെ റാഡിഷ്, അതൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് പോകുമ്പോ വാങ്ങാം. ശരിക്കും വേറെ കൺട്രിയിലൊക്കെ ഒഴില്ലേ അടിപൊളി. കൈ ഷെയ്ക്കാവുന്നതാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ ഷെയ്ക്കായി പോന്നെ. നമ്മള് ദൊഡ്ഡപ്പെട്ട പീക്കിലോട്ട് റൈറ്റ് തിരിച്ചിട്ട് വേണം പോകാൻ. രണ്ട് സൈഡിലും പൈൻ മരങ്ങളാണ്. ഈ ഊട്ടിയിൽ വന്ന ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെ പൈൻ കാടുകളും പിന്നെ ഫുള്ള് ഫ്ലവറും ആയിരിക്കും. ഇവിടുന്നൊക്കെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം. പക്ഷെ ഇവിടെ ഈ ഏരിയയിൽ ആരും കാണുന്നില്ല. ആകാശം നോക്കണ്ട, സൂപ്പർ. ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. ഇവിടെ നമ്മള് എൻട്രി ഫീസ് എടുക്കണം. ഒരു 40 റുപ്പീസ് പെർ പേഴ്സൺ വരും ശരിക്കും. നമ്മൾ ക്യാഷ് കൊടുക്കും. ഗൂഗിൾ പേ ഉണ്ട്. ഫാസ്ടാഗ് ഇല്ല. 40 ഫാസ്ടാഗ് ചെക്ക് ചെയ്യാൻ പറ്റുമോ? കാർഡ്. നമ്മൾ വിചാരിച്ച് ഇവിടെ ഉള്ളിലേക്കുള്ള എൻട്രി ഫീസ് ആയിരിക്കും. നോക്കുമ്പോ അതല്ല സംഭവം. അവിടെ ഫാസ്ടാഗ് വണ്ടിയിൽ ഇല്ലാത്തവർക്ക് ഒരു 40 റുപ്പീസ് നമ്മളെ ടോള് കൊടുക്കണം. അതാണ് സംഭവം. അപ്പൊ ഫാസ്ടാഗ് ഉള്ളവർക്ക് കുഴപ്പമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തോളും. നമ്മളെല്ലാം ഫാസ്ടാഗ് ഉണ്ട് ഓൾറെഡി, പക്ഷെ റീചാർജ് ചെയ്തിട്ട് എല്ലാവരും ഫാസ്ടാഗ് ഉള്ളവര് പോകുമ്പോ യാത്രയിൽ പോകുമ്പോ ഒന്ന് റീചാർജ് ചെയ്ത് വെക്കുന്ന നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ഇതാ ദൊഡ്ഡപ്പെട്ട പീക്കിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പോവാം. എൻട്രൻസ് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പ്. രാവിലെ ആയിട്ടുള്ള സ്റ്റാളെല്ലാം ഓപ്പണായി വരുന്നുണ്ട്. ഇതൊക്കെ ഫുള്ള് തുറക്കും. നമുക്ക് മുന്നോട്ട് നോക്കാം. 1
ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ഫീ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. തൊട്ടപ്പെട്ട പീക്ക് വ്യൂ ടവർ കേട്ടോ. അതിന്റെ മേലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് ബൈനാക്കുലർ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഫുള്ള് ഇതിന്റെ വ്യൂ, ഫുള്ള് മൗണ്ടൈൻസിന്റെ ഫുള്ള് വ്യൂ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെ ഇവിടുന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാം. തന്നെ സംഭവം മെയിനായിട്ട് ആ മലകൾ കണ്ട. ഈ ഒരു വഴിയിൽ കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് ഈ ചെടികളൊക്കെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പെട്ട പീക്കിലുള്ള ഒരു സൂയിസൈഡ് പോയിന്റ് ആണ് ഈ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ ആ എൻട്രൻസിന് കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ കിട്ടും. ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഇത് മസാല മേഗിയാണ്, വെജ് മേഗില്ല, മസാല മേഗിയ. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ്. നമ്മൾക്ക് ഈ നൈറ്റിനുള്ളിൽ കുറെ സ്ഥലങ്ങൾ കവർ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് അധികം നേരം നിൽക്കാനുള്ള ടൈമില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഒരു ടീ ഫാക്ടറിയിലേക്കാണ്. അപ്പൊ നോക്കാം. കിലുക്കം മൂവിയില് രേവതി വലിക്കുന്നില്ലേ മഞ്ഞപ്പൂ, അതാ തോന്നുന്നു. അങ്ങനെ തൊട്ടപ്പെട്ട പീക്കുന്നത് നമ്മള് എക്സിറ്റായി. അടുത്ത നമ്മള് ടീ ഫാക്ടറിയിലേക്കല്ലേ. നമ്മൾ ഇനി ടീ ഫാക്ടറിയിലോട്ട് പോകും. ടീ മ്യൂസിയം എന്ന് പറയും. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 4.5 കിലോമീറ്റർ ആണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ തിരി കാണാം. നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ടീ
യൂസ് ചെയ്യുന്ന പറയുന്നത്. പാർക്കിംഗ് മേലെയാണ്. പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് വണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുവിടാം. പാർക്കിംഗ് മേലെയാണ്, ഹൈറ്റ് ആണ്. പിന്നെ അവിടുന്ന് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് സാമ്പിൾ നോക്കാൻ തരുമായിരുന്നു. ഇതുപോലുള്ള ചോക്ലേറ്റ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് അവിടെ ഉണ്ടാക്കുന്നതും നമുക്ക് കാണിക്കുന്നുണ്ടായിരുന്നു അവര്. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ചോക്ലേറ്റ്സ് വാങ്ങാം. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ട് ബാഗും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോവാണ്. എൻട്രി. അങ്ങനെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 100 രൂപയായിരുന്നു ടിക്കറ്റ് ഫീ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി.
ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെനിക്ക് തോന്നുന്നത് താമരയാണോ എന്ന് അറിയില്ല, അതിന്റെ ഒരു ഇല പോലെ ഉണ്ട്, പക്ഷെ വിരിഞ്ഞിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഫുള്ള് സ്കൂൾ പിള്ളേരാണ്, അവരുടെ ടൂറിന്റെ ഇതായിട്ട് ഒരുപാടുണ്ട് നോക്കിയേ. പിന്നെ ഇതുപോലെ ഫോട്ടോസ് എടുക്കുന്ന ലൈവ് ഫോട്ടോസ് എടുക്കുന്നവരുണ്ട്. പിന്നെ ആ ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം, പക്ഷെ അവിടെ നോ എൻട്രി എന്ന് എഴുതിയിരിക്കുകയാണ്. പൊന്നൂന് ചെറിയൊരു വാശി പോലെ വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, പുറത്ത് ബബിള് വിൽക്കുന്നവരെ കണ്ടിട്ട് ഒന്നാമത് ഇവൾ 2-3 തവണ മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ, പിന്നെ അത് അപ്പാട് കളയാ. അവിടെ ആ ബബിള് വാങ്ങിക്കൊടുക്കാത്ത. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര കരച്ചിലാണ്. കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. പൊന്നോ പൊന്നോ പൊന്നോ. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പൊ ഇപ്പൊ സമയം ഒരു 1:30 ആയിട്ടുണ്ട്. നമ്മുടെ തലശ്ശേരി തക്കാന റെസ്റ്റോറൻറ്റിലേക്കുള്ളത്. അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ബോട്ട് ഹൗസിലേക്കായിരുന്നു. ഈ ഒരു ഫ്രൂട്ട് കണ്ടിട്ട് എനിക്ക് പീച്ചാണെന്ന് തോന്നുന്നു. ആ ഒരു കട്ടൊക്കെ കണ്ടിട്ട് ഒരു പീച്ച് പോലെയുണ്ട്. എനിക്കറിയില്ല, അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഞങ്ങൾ ഡ്രാഗന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ പോവാൻ നോക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് ബോട്ടിൽ പോകാനായിരുന്നു. ഏട്ടനാണ് ഡ്രൈവർ. ഏട്ടാ എന്തുണ്ട്, എങ്ങനെയുണ്ട്? സ്വന്തമായിട്ട് സൂപ്പർ കേട്ടോ, സൂപ്പർ വ്യൂ ആണ് ഇങ്ങനെ കാണാൻ. നമുക്ക് 1/2 മണിക്കൂറാണ് അവർ പറഞ്ഞത്. ഇപ്പൊ ഒരു 3:25 അപ്പൊ ഒരു 3:50 നമ്മള് അവിടെ റിട്ടേൺ അടിക്കണം. ബോട്ടിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മൾ തന്നെ പിന്നെ തുഴഞ്ഞിട്ടില്ല, അത് സൈക്കിളിന്റെ പോലത്തെ പെഡലാണ്, അത് ചവിട്ടിയിട്ട് പോകണം. ടൈമിംഗ് ഉണ്ട്, 30 മിനിറ്റ് ആണ് നമ്മൾ എടുത്തത്. അപ്പൊ നമ്മൾ അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ വന്നിട്ട് അവർ സ്കാൻ ചെയ്യുന്നുണ്ട് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ 30 മിനിറ്റിലും കൂടുതലാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ എടുക്കേണ്ടി വരും അല്ലേ? ഡബിൾ. അപ്പൊ ഓക്കെ. അപ്പൊ സമയം ഒരു 5 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിച്ച് നമ്മൾ റൂമിലേക്ക് പോവാണ്. ബാക്കിയുള്ള വീഡിയോസ് നാളെ വരുന്നുണ്ട്. അപ്പൊ കീപ് വാച്ചിങ്.